ഹലോ ഗായ്സ്, എല്ലാവർക്കും എയർ ജവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീസർ റിയാക്ഷൻ വീഡിയോ ആണ്. വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ പുതിയ പടമാണ്. ആ ഒരു പടത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്യണം. ഈ ഒരു പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലക്കി ഭാസ്കർ ഉണ്ടല്ലോ, ദുൽഖറിന്റെ. ഒരുപാട് നാൾക്ക് ശേഷം ദുൽഖറിന് ഒരു കംബാക്ക് കൊടുത്തൊരു പടമാണ് ലക്കി ഭാസ്കർ. ആ ഒരു പടത്തിന്റെ ഡയറക്ടറാണ് ഈ ഒരു സിനിമയുടെയും ഡയറക്ടർ. അത് തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ സൂര്യ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു നൊക്ലാച്ചിയാണ്, അതായത് നൊസ്റ്റാൾജിയ. അതായത് സൂര്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വാരണായിരം, അയൺ, ഗജനി. അതൊക്കെ ശരിക്കും 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. സൂര്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോ അങ്ങനെ സൂര്യയുടെ ഒരുപാട് എന്താ പറയുക, നല്ല സിനിമകളൊന്നും ഇറങ്ങുന്നില്ലെങ്കിലും ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത്ര മികച്ചതാകുന്നില്ല. എന്നിരുന്നാലും സൂര്യ ഈ ഒരു ജനറേഷന്റെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ തന്നെയാണ്. അപ്പൊ ആ ഒരു സ്റ്റാറിന്റെ ഏറ്റവും വലിയ ഒരു കംബാക്കിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ഒരു നടന്റെ കംബാക്കിനായിട്ട് പുള്ളി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു ആക്ടറാണ് സൂര്യ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യയുടെ പ്രതീക്ഷയുള്ള 2 പ്രൊജക്ടുകളിൽ ഒന്നാണ്. രണ്ടാമത്തെ പ്രൊജക്ട് നമ്മുടെ ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ്. ആ ഒരു പടത്തിനകത്ത് ഭയങ്കര ഹൈപ്പോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. ആവേശത്തിന് ശേഷം പുള്ളി ഡയറക്ട് ചെയ്യുന്ന പടമാണ്. നമ്മുടെ സുഷിൻ ശ്യാമൊക്കെയാണ് മ്യൂസിക് ചെയ്യുന്നത്. മിക്കവാറും ഉള്ളതെല്ലാം മലയാളികളാണ് ആ ഒരു പടത്തിൽ. ഈ പടത്തിനകത്തും ഉണ്ട് നമ്മുടെ മമിത ബൈജു ആണ് ഈ ഒരു പടത്തിലെ ഹീറോയിൻ. അപ്പം നമുക്ക് എന്തായാലും ടീസർ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സൂര്യണ്ണൻ കംബാക്ക് അടിക്കുമോ എന്ന് നോക്കാം. എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ സൂര്യന്റെ ആ ഒരു കിടിലൻ പടം തിയേറ്ററിൽ കാണാനായിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ടീസറും അതേ എക്സൈറ്റ്മെന്റോട് കൂടി കണ്ടിട്ട് അതിന്റെ ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി വെക്കാനായിട്ട് മറക്കരുത്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നിങ്ങളുടെ ഫീഡിലേക്ക് എന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ടും നോട്ടിഫിക്കേഷൻ അല്ലാതെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ വരാനായിട്ടും ഇത് സഹായകമാകും. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഹൈപ്പ്, കമന്റ് ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ റെഡി. സഞ്ജയ് വിശ്വനാഥ് ഇതുവരെക്കും എത്രയോ സഞ്ജയ് രാമസ്വാമി അല്ലേ பிஸ்டல் காம்படிஷன்ஸ்ல ஜெயிச்சிருக்காரு. ஆனா இப்போவே கண் பார்வை 20 லட்சம் ஃபிட்னஸ் 40 தாண்டிதான் இருக்காரு. ശരിക്കും സഞ്ജയ് രാമസ്വാമി വൈബ്സ്. This is Maddie. ഒരു പെரிய ഇഷ്ടத்துக்கு செலவு பண்ணும். நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவனுக்கு தான் நம்மளை விட பெரிய ஆள் இருக்காங்கிறத காட்டுவான். ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். என்னடா எங்க இருந்துடா இவளை புடிச்சிட்டு வந்த? ஜிவி பிரகாஷ் குமார். லவா ரொம்ப ஒட்டாத, அப்புறம் கஷ்டமா இருக்கும். எவ்வளவு 20 வயசு சின்னமா. எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். ப்ளீஸ் நீ ஒரு சொல்லுக்கு போட்டு நம்ம வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சொடக்கு போடுறேன். நீ விழு போதும். வெங்கியாடலூரி. Visionary and Sons. ജൂലൈ. ഓക്കെ, മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ സഞ്ജയ് രാമസ്വാമി വൈബ്സ്. സൂര്യ കാണുമ്പോഴത്തേക്ക് ഈ 50-ാം വയസ്സിലും ആ ഒരു പഴയ സഞ്ജയ് രാമസ്വാമി വൈബ്സ്, ഗജനിയിലെ ആ ഒരു വൈബ്സ് കൊണ്ടുവരാനായിട്ട് പുള്ളിക്ക് കഴിയുന്നുണ്ട്. ഈ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്കും ഒരു ഡീസന്റ് പക്ക പോസിറ്റീവ് വൈബ്സ് തന്നെ കിട്ടുന്നുണ്ട്. ഏജ് ഗ്യാപ്പുള്ള 2 പേരുടെ ഒരു ലവ് സ്റ്റോറിയാണ് സിനിമ പറയുന്നതെന്നാണ് ഈ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 50-ാം വയസ്സിലെ സൂര്യയുടെ റൊമാൻസ് കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് കേട്ടോ. എന്തായാലും ആ 50-ാം വയസ്സിലും സൂര്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സഞ്ജയ് രാമസ്വാമി വൈബ്സ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മൊത്തത്തിൽ ഒരു പക്ക പോസിറ്റീവ് വൈബ്. ശരിക്കും കംബാക്ക് കൊടു ബ്രോ. ഒരു പടം കൂടെ ഉണ്ട് കേട്ടോ. ഈ പടം ജൂലൈയിലാണ്. കറുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം 3 പടങ്ങളാണ് സൂര്യയുടെ ഈ ഒരു കംബാക്ക് അടിക്കാൻ സാധ്യതയുള്ളത്. കറുപ്പ് എനിക്ക് പ്രതീക്ഷയുള്ള പടമാണ്. ടീസർ പലർക്കും ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളൊരു ടീസറാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി കറുപ്പിന്റെ ടീസർ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ഈ ഒരു പടത്തിന്റെ ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ആവേശം ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവൻ പടം. അതിനകത്ത് സൂര്യ സിംഗത്തിന് ശേഷം പോലീസ് വേഷത്തിലാണ് വരുന്നത്. ഒരു കോമഡി മാസ് മസാല പടമായിരിക്കും ആ പടം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആ പടങ്ങൾക്കായിട്ട് കട്ട വരും. ഞാനൊരു കംപ്ലീറ്റ്ലി സംതൃപ്തനായിട്ട് തിയേറ്റർ വിട്ട് വന്ന ഒരു സൂര്യ പടം ലാസ്റ്റ് കണ്ടത് 24 ആണ്.
24 ഇറങ്ങിയിട്ട് എത്ര വർഷമായി? അതാണ് അതിനകത്ത് പോലും പല കംപ്ലൈൻസും പലരും പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ് 24. കംപ്ലീറ്റ്ലി ഞാൻ തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു പടമാണ് 24. ആ ഒരു പടത്തിന് ശേഷം സൂര്യ എங்கേയോ പോയത്, എവിടെ പോയെന്ന് അറിയത്തില്ല. ആ ഒരു പഴയ സൂര്യ പിന്നെ കണ്ടിട്ടില്ല. സോറി, സുരാരിപ്പേട്ടർ എന്ന് പറയുന്ന പടവും ജയ്ഭീം എന്ന് പറയുന്ന പടവും ഒക്കെ OTT റിലീസായി പോയി നിർഭാഗ്യവശാൽ. തിയേറ്ററിൽ അത്തരത്തിലൊരു സൂര്യയെ എൻജോയ് ചെയ്യാനായിട്ട് പിന്നെ കഴിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സൂര്യയെ നമ്മുടെയൊക്കെ ഗജനിയിലും അയണിലും കണക്ക് വാരണായിരത്തിലും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത, സിംഗത്തിലൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു സൂര്യയെ നമുക്ക് ഈ വരുന്ന 2026 3 പടത്തിലൂടെ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കറുപ്പായാലും, വിശ്വനാഥൻ ആൻഡ് സൺസ് ആയാലും, ജിത്തു മാധവൻ പടം ആയാലും സൂര്യ ഒരു കിടിലം കംബാക്ക് തരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ GV പ്രകാശ് കുമാറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളും ഒക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പടത്തിന്. ഈ ടീസറിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആ ഒരു ടീസറുമായിട്ട് തന്നെ സിങ്ക് ചെയ്ത് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു മൊത്തത്തിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പടത്തിലെ പാട്ടുകൾക്കായിട്ടുമൊക്കെ കാത്തിരിക്കണം. ഓക്കെ, നമ്മുടെ ജിത്തു മാധവൻ പടം ചെയ്യുന്നത് സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ സൂര്യയുടെ ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. എന്നിട്ട് മൊത്തത്തിൽ പുള്ളി വരണം, തിരിച്ചു വന്നേ പറ്റൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് പറയാം. അപ്പൊ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.